ആത്മകഥ വിവാദത്തിൽ പ്രതികരിച്ച് ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷൻ കെ. സുരേന്ദ്രൻ. CPIM സമ്പൂർണ്ണ തകർച്ചയിലേക്ക് പോകുകയാണെന്നും അതിന്റെ തെളിവാണ് ഇ.പി. ജയരാജന്റെ വെളിപ്പെടുത്തലുകളെന്നും കെ. സുരേന്ദ്രൻ പാലക്കാട് പറഞ്ഞു. പിണറായി വിജയന്റെ കുടുംബാധിപത്യമാണ് പാർട്ടിയിൽ നടക്കുന്നതെന്നും മരുമകനിലേക്ക് അധികാര കൈമാറ്റം നടത്താനുള്ള വ്യഗ്രതയിലാണ് മുഖ്യമന്ത്രിയെന്നും കെ. സുരേന്ദ്രൻ വിമർശിച്ചു. ഇ.പി. പറയുന്നത് നോക്കിയാൽ അധികാരവും സമ്പത്തും ഒരു കുടുംബത്തിലേക്ക് കേന്ദ്രീകരിക്കുന്നതാണ് പാർട്ടി നേരിടുന്ന വലിയ പ്രതിസന്ധി. സമ്പൂർണമായ തകർച്ചയിലേക്കാണ് CPM പോകുന്നത്. ഇതിന്റെ തെളിവുകളാണിത്. ബംഗാളിലും ത്രിപുരയിലും സംഭവിച്ചത് കേരളത്തിലും സംഭവിക്കുകയാണ്. മരുമകന് അധികാര കൈമാറ്റം നടത്താനുള്ള വ്യഗ്രതയിലാണ് പിണറായി. ഇതിനെതിരായുള്ള വലിയ രോഷം പാർട്ടിക്കകത്ത് അലയടിക്കുന്നുണ്ട്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഇ.പി. ജയരാജൻ, ജി. സുധാകരൻ, തോമസ് ഐസക്, M.A. ബേബി, A.K. ബാലൻ തുടങ്ങിയ പ്രമുഖരെ മാറ്റി നിർത്തിയത് മുഹമ്മദ് റിയാസിലേക്ക് അധികാരം കൈമാറുന്നതിനാണെന്ന് സുരേന്ദ്രൻ പറഞ്ഞു. ഇ.പി. ഒന്നുകൊണ്ടും ഭയക്കേണ്ടതില്ല. CPIMന്റെ മുതിർന്ന നേതാവാണ് അദ്ദേഹം. കേന്ദ്ര കമ്മിറ്റി അംഗമാണ്. അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളിൽ ഉറച്ചു നിൽക്കണം. ഇ.പി.യോട് പിണറായിയും പാർട്ടിയും കാണിച്ചത് നീതി നിഷേധമാണ്. ജാവദേക്കറെ കണ്ടത് വലിയ നീതി നിഷേധമായി പറയുകയാണ്. ഒരു നേതാവ് മറ്റൊരു നേതാവിനെ കണ്ടതിൽ എന്താണ് തെറ്റെന്ന് കെ. സുരേന്ദ്രൻ ചോദിച്ചു. ജയരാജൻ അദ്ദേഹത്തിന്റെ ആത്മകഥയിൽ കള്ളം എഴുതുമെന്ന് തോന്നുന്നില്ല. 52 വെട്ടിനെ ജയരാജൻ ഭയക്കേണ്ടതില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. രണ്ടാം പിണറായി സർക്കാരിനെതിരെ ആഞ്ഞടിച്ചാണ് ഇ.പി. ജയരാജന്റെ ആത്മകഥയിലെ പരാമർശങ്ങൾ. പാർട്ടിയും സർക്കാരും തെറ്റുകൾ തിരുത്തണമെന്ന് ഇ.പി. ജയരാജന്റെ ആത്മകഥയായ കട്ടൻ ചായയും പരിപ്പുവടയും ഒരു കമ്മ്യൂണിസ്റ്റിന്റെ ജീവിതം എന്നതിൽ പറയുന്നു. തന്റെ ഭാഗം കേൾക്കാതെയാണ് LDF കൺവീനർ സ്ഥാനത്ത് നിന്ന് മാറ്റിയത്. പ്രകാശ് ജാവദേക്കറുമായുള്ള കൂടിക്കാഴ്ച ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് ചർച്ചയാക്കിയതിന് പിന്നിൽ ഗൂഢാലോചനയുണ്ടെന്നും ആത്മകഥയിൽ പറയുന്നുവെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. അതേസമയം പുറത്തുവന്ന ആത്മകഥ വിവാദത്തിൽ പ്രതികരണവുമായി CPM കേന്ദ്ര കമ്മിറ്റി അംഗം ഇ.പി. ജയരാജൻ രംഗത്തെത്തിയിരുന്നു. തന്റെ ആത്മകഥ താൻ എഴുതി തീർന്നിട്ടില്ലെന്നും ഇപ്പോൾ പുറത്തുവന്നത് തന്റെ ആത്മകഥയല്ലെന്നും ഇ.പി. ജയരാജൻ പറഞ്ഞു. അത് പ്രസിദ്ധീകരിക്കാൻ ഒരാളെയും ചുമതലപ്പെടുത്തിയിട്ടില്ല. ഇന്ന് പുറത്തുവന്ന ഒരു കാര്യവും ഞാൻ എഴുതിയതല്ല. ഇന്ന് പ്രസിദ്ധീകരിക്കും എന്നുള്ള വാർത്തയാണ് ഞാൻ കാണുന്നതെന്നും ഇ.പി. ജയരാജൻ കണ്ണൂരിലെ വസതിയിൽ മാധ്യമങ്ങളോട് പറഞ്ഞു. തികച്ചും അടിസ്ഥാനരഹിതമാണ്. പുസ്തകം താൻ എഴുതി തീർന്നിട്ടില്ല. DC ബുക്സും മാതൃഭൂമിയും പ്രസിദ്ധീകരിക്കാൻ താല്പര്യം അറിയിച്ചിരുന്നു. താനതിന്റെ അനുമതി ആർക്കും കൊടുത്തിട്ടില്ല. ബോധപൂർവം ഉണ്ടാക്കിയ കഥയാണത്. ഇന്ന് നടക്കുന്ന തെരഞ്ഞെടുപ്പിന്റെ കാര്യം എങ്ങനെയാണ് ആത്മകഥയിൽ എഴുതുക? താൻ എഴുതാത്ത കാര്യം തൻ്റേത് എന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. താൻ ഒരാൾക്കും ഒന്നും കൈമാറിയിട്ടില്ല. താൻ എഴുതിയതിലൊന്നും ഇക്കാര്യങ്ങളില്ല. താൻ എഴുതിയിട്ട് ടൈപ്പ് ചെയ്യാൻ കൊടുക്കുകയായിരുന്നു. ആ പുസ്തകത്തിന്റെ ആദ്യ ഭാഗം എങ്ങനെ പുറത്തു വന്നു എന്ന് അറിയില്ല. നിയമ നടപടി സ്വീകരിക്കുമെന്നും CPM കേന്ദ്ര കമ്മിറ്റി അംഗം കൂടിയായ ഇ.പി. ജയരാജൻ പറഞ്ഞു. എന്നാൽ സംഭവം വിവാദമായതോടെ പുസ്തകത്തിന്റെ പ്രസാധനം മാറ്റിവെച്ചതായും പ്രസിദ്ധീകരിക്കുമ്പോൾ ഉള്ളടക്കം വ്യക്തമാകുമെന്നും DC ബുക്സ് പ്രതികരിച്ചു. ന്യൂസ് ഡെസ്ക് മലയാളാക്ഷരം.